ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ന്യൂബി 123. അമ്മ വന്നിരിക്കുന്നത് പുതിയ ഗെയിമൊന്നുമല്ല, കുറച്ച് പഴയ ഗെയിമാണ്. ഗ്രാനി ചാപ്റ്റർ 1. നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു എസ്കേപ്പ് അങ്ങ് നടത്തലാണ്. എസ്കേപ്പ് ഒന്നും പറയുന്നില്ല, അങ്ങ് നടത്തലാണ്. ഗെയിം കിട്ടുന്ന സാധനം വെച്ച് എസ്കേപ്പ് നടത്തലാണ്. ഡേ 1 അങ്ങനെ നമ്മൾ തള്ളച്ചിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഗ്രാനി പിന്നെ ഗ്രാനി അറിയാത്തവർക്ക് പറയുകയാണ്. ഗ്രാനി തള്ളച്ചി എല്ലാവർക്കും അറിയിക്കും, എന്നാലും അറിയാത്തവർക്ക് പറയുകയാണ്. ഗ്രാനി തള്ളച്ചി നമ്മൾ കാട്ടിലോട്ട് പണ്ട് പിടിച്ച് പോകുമ്പോൾ എന്തോ മുന്നിലിട്ട് നമ്മളെ തള്ളച്ചി പിടിച്ചോണ്ട് പോയതാണ്. അങ്ങനെ സ്റ്റോറിന്ന് തോന്നുന്നത്. അങ്ങനെ കാണില്ല, ഇപ്പോൾ അതൊന്നും കാണിക്കലില്ല. ബാത്റൂമിൽ കയറിയിട്ടുണ്ട്. എന്തായാലും തള്ളച്ചി വരും. ഈ ഒച്ച കേട്ടിട്ട് ക്രാക്കിങ്ങിൻ്റെ തള്ളച്ചി വരുന്നുണ്ട്. തള്ളച്ചി അപ്പോൾ നമുക്ക് സ്പെഷ്യൽ കീ കിട്ടിയിട്ടുണ്ട്, പക്ഷെ എടുക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ബാഗ് തള്ളച്ചി വന്നു. എടുക്കേണ്ട സമയം കിട്ടിയിട്ടില്ല ഗൈസ്. നമുക്ക് ഇനി വട്ടം നാരങ്ങ കളിക്കേണ്ടി വരും. വട്ടം നാരങ്ങ കളിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ബുക്ക് ഉണ്ട് ഗൈസ്. ഇതല്ലേ ഞാൻ പിന്നെ മറന്നുപോയേ, അതുകൊണ്ടാണ്. നല്ല ഓർത്ത് വെക്കണം. അപ്പൊക്കെ തള്ളച്ചിയാണെങ്കിൽ ബാക്കൊന്നും പോകുന്നില്ല. സ്പെഷ്യൽ കീ എടുക്കും ഗൈസ്. സ്പെഷ്യൽ കീ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്കിത് സെൻട്രാളിൽ പോയി ഇടാം. നമ്മുടെ ഗ്രാനി തള്ളച്ചിൻ്റെ 100 കൊല്ലം പഴക്കമുള്ള സെൻട്രലിൽ ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഒരു ബുക്ക് കിട്ടിയിട്ടുണ്ട്. ബുക്കാടെ നമുക്ക് വെക്കാം. ആദ്യം തള്ളച്ചിനെ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ നമുക്ക് ടേബിളിൻ്റെ അടിയിൽ പോയി വെക്കാം. തള്ളച്ചിയായിരുന്നു തള്ളച്ചി. ഞാനില്ല തള്ളച്ചി വടിയിൽ ചോരെല്ലാം കഴിക്കൂടെ. തള്ളച്ചി അപ്പാപ്പാനെയും വിളിച്ചോ, എൻ്റെ കഴിക്കും രണ്ടാളും ഒരുമിച്ച്. ഗൈസ് തള്ളച്ചി ആൾ ഡോറ് വന്നിട്ട് കെണിയിടുന്നേ ഗൈസ്. കെണിയിട്ട് ഗൈസ് തള്ളച്ചി ആൾ ഡോറ് കൂട്ടി വീണ്ടും തുറന്നിട്ട് വീണ്ടും പുറത്തുപോയി. ആ സമയം കൊണ്ടാകുമ്പോൾ ബുക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ബെല്ലിൻ്റെ ഒച്ച ഇട്ടിട്ട് തള്ളച്ചി വരും. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടാൻ നോക്കാം ഗൈസ്. ഇവിടെ കാറ് ഫാക്ടറി ഉണ്ട്. വേഗം സെൻട്രലിലിടാം വേഗം. അപ്പോൾ നമ്മൾ തള്ളച്ചി കണ്ടുകൊണ്ട് നേരെ അതിനെ വേണ്ടി തുള്ളിയിട്ട് നമ്മൾ താഴെ വന്നിട്ട് ഈ ഗുഹ പോലത്തെ സ്ഥലത്ത് ഒളിച്ചെന്ന്. പിന്നെ അമ്മ ഈ ഇറച്ചിയിലുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. ഗ്രാനീൻ്റെ ഈ സ്ഥലം നിങ്ങൾക്ക് അറിയായിരിക്കും. ഗ്രാനീൻ്റെ മോളാണ് ഗൈസ് ഫോട്ടോയിലുള്ള. ഇതിപ്പോൾ ഞങ്ങളുടെ പേരുണ്ട്, സിൻഡ്രലിൻ്റെ അമ്മയാണ്. അതെല്ലാം അറിയാം. പിന്നെ ഈലോട്ട വെടിവെച്ച വാതിൽ തുറക്കും. അങ്ങനെ ഈലോട്ട പോയാൽ അപ്പുറത്തെ ജനലിങ്ങനെ ഉന്തിയിട്ട് തുറന്നിട്ടേ അയാൾ നിങ്ങൾക്ക് അറിയില്ലേ, ഗീസ് ഇങ്ങനെ പിടിച്ച് ചേർക്കുമ്പോൾ വരുന്നത് അതാണ് ഗൈസ്. തള്ളച്ചിനി ഈരെല്ലാം വെച്ച് വെള്ളത്തിൽ വെച്ചിട്ട് വരുമോ പറയാൻ പറ്റില്ല, അങ്ങനത്തെ തള്ളച്ചിയാണ്. അവിടെ ഞാൻ വേഗം ഇവിടെ സ്ഥലം വിടുകയാണ്. എന്തായാലും ആ സാധനത്തിന് വെച്ചിട്ടുണ്ടാവും വീണെ, അതുകൊണ്ട് വേഗം സ്ഥലം വിട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇവിടെ നമുക്ക് ഗ്യാസുലിൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഗ്യാസുലിൻ പെട്രോളിൻ്റെ കന്യാസ്, വേറൊന്നുമില്ല ഗൈസ്. നമുക്ക് ഒന്നിക്ക് കാർ എസ്കേപ്പ് നടത്താൻ ഗൈസ്. നമ്മളെ പണ്ടത്തെ ട്രിക്ക് എല്ലാവർക്കും അറിയാം. ഇതിനുള്ളിൽ നമുക്ക് അമ്മച്ചീനെ പൂട്ടിയിടാം, എന്നിട്ട് അപ്പോൾ ഒക്കെ വെച്ച് ഇതാക്കാം. നടുക്കോന്ന് സംശയം, ഇടയ്ക്ക് ഗ്ലിച്ചടിക്കലുണ്ട്, അതാ പ്രശ്നം. തള്ളച്ചി വരുന്നത് നമുക്ക് ഇവിടെ കാത്തിക്കാം ഗൈസ്. തള്ളച്ചി വന്നിട്ടുണ്ട്. തള്ളച്ചിയുടെ ഗ്ലിച്ചടിച്ച് ഗൈസ്. ഇതിനൊന്നും ചെയ്യാൻ കഴിയില്ല. തള്ളച്ചിയുടെ ഗ്ലിച്ചടിച്ചിട്ടുണ്ട്. നമുക്ക് തുറന്നിട്ട് നേരെ പോകാന്നേ ഉള്ളൂ ഗൈസ്. ഇവിടെ തള്ളച്ചിയുടെ ഗ്ലിച്ചടിച്ച് ഇപ്പം വരുന്നുണ്ട് ഗൈസ്. തള്ളച്ചി ജസ്റ്റ് മിസ്സിന് പണ്ടിങ്ങനെ തല ഇപ്പോൾ 6 പറപ്പിക്കുന്ന പോലെ ആ ബേസ്ബോൾ ബാറ്റിൻ്റെ കൂടെ ഇതാക്കും ഗൈസ്. ഗ്ലിച്ചടിച്ച് ഗൈസ്. ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ടേ ഗൈസ്. ജസ്റ്റ് മിസ്സാണ്. അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എൻ്റെ തല അങ്ങ് പാറിയിട്ടുണ്ടാവും. തള്ളച്ചിനെ കൊണ്ട് ആ സാധനമാണെങ്കിൽ മാറ്റാനും കഴിയില്ല ഗൈസ്. അങ്ങനെ നമ്മൾ തള്ളച്ചീൻ്റെ തലക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവിടെ തള്ളച്ചി തന്നെ ഓടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. തള്ളച്ചി അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴേക്ക് നല്ല പോവാം. താഴെ പോയിട്ട് അടുക്കളയെല്ലാം നമുക്ക് ഫുൾ ചെക്ക് ചെയ്യാം.
അടുക്കളയിലൊന്നും കാര്യമായിട്ടില്ല ഗൈസ്. ഗണ്ണിൻ്റെ പാർട്ട് കിട്ടി. നമുക്ക് പുട്ടും കടലും കൊടുക്കാം. പുട്ടും കടലും നമുക്കൊരു പുട്ടും കടലയാണ് ഗൈസ്. ഗ്രാനി തള്ളച്ചി വാട വാ 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 ഗ്രാനി തള്ളച്ചി ഇങ്ങോട്ട് വാ ഗൈസ്. ജസ്റ്റ് മിസ്സിനാണ്. ഗ്രാനി തള്ളച്ചിൻ്റെ അടുത്ത് പടിയിട്ടുണ്ടായിരുന്നു. അവിടെ സാധനം ഇവിടെല്ലാം കെണിയിട്ടിട്ട് പോയിന് തള്ളച്ചി. അതാണ് അങ്ങോട്ട് പോകാൻ കഴിയാത്തത്. എനിക്ക് നമ്മളിപ്പോൾ പിടിച്ചിട്ടുണ്ടാവും ഗൈസ്. നമ്മൾ ഇപ്പുറത്തെത്തിയിട്ടുണ്ട്. താഴെ വീണിട്ട് നമുക്ക് നേരെ താഴോട്ട് അങ്ങ് പോവാം. ഗ്രാനി തള്ളച്ചി ഇങ്ങോട്ട് വരും എന്തായാലും. ആ സാധനത്തെ വെച്ച് കേട്ടിട്ട് നമുക്കെല്ലാം അറിയാം. ഗ്രാനി തള്ളച്ചിൻ്റെ ചെവി അമ്മ ഒരു ഷാർപ്പ് ചെവിയാണ് ഗൈസ്. അമ്മ വീണ്ടും അങ്ങനെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടുന്ന് ഒന്നുമില്ല ഗൈസ്. മേലയിലൊന്നുമില്ല ഗൈസ്. തള്ളച്ചി കൂയിങ്ങി തൻ്റെ അടുത്ത് വന്നതിൻ്റെ ഗൈസ് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ആ ചെക്ക് ചെയ്യുന്ന തിരക്കിലാണ് ശ്രദ്ധിക്കാൻ മറന്നുപോയി. അപ്പോൾ വെറുതെ തിരിഞ്ഞ് നോക്കുമ്പോൾ ഉണ്ട് തള്ളച്ചി ഇനി ഇവിടം വരെ വരോ ഗൈസ്. തള്ളച്ചി വരുന്നുണ്ട്. ഞാൻ തുള്ളിയേൻ്റെ ഒച്ച കിട്ടിയിട്ട് നമുക്ക് ഈ ടേബിളിൻ്റെ അടിയിൽ പോയി വിളിക്കാം. എന്തായാലും തള്ളച്ചിൻ്റെ രക്ഷപ്പെടാൻ സമയം പിടിക്കും. തള്ളച്ചി വന്നിട്ട് പോയി ഗൈസ്. ഞാൻ ആ സമയം കൊണ്ട് താഴേക്ക് വന്ന് ഇതൊന്ന് സ്പാർക്ക് പ്ലഗ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം ഉപകാരപ്പെടും. ഇതിൻ്റെ ഉള്ളിൽ കയറാം. എന്തായാലും ഇപ്പോൾ തള്ളച്ചി വരും. അതിനുള്ളിൽ വീൽ ക്രാങ്ക് ഉണ്ട്. പിന്നെ ഒരു ടെഡി ഉണ്ട്. ടെഡി നമുക്ക് അയച്ചിട്ട് വെച്ച സാധനമാണ്. നമ്മങ്ങനെ താഴെ എത്തിയിട്ടുണ്ട്. താഴെ ഗ്രാനി തള്ളച്ചി വന്നിട്ട് പോയി ഗൈസ് അവിടുന്ന്. എന്നിട്ടാണ് നമ്മൾ സ്പാർക്ക് പ്ലഗ് എടുക്കാൻ വന്നത്. അല്ലെങ്കിൽ തള്ളച്ചി വന്നിട്ട് ചൊറയും. സ്പാർക്ക് പ്ലഗ് എടുത്ത് കാറിന് ഫിറ്റ് ഇതിനുള്ളിൽ ഇല്ല ഗൈസ്. വെപ്പൺ കീ കിട്ടിയിട്ടില്ല ഗൈസ്. ആ കാണും വെപ്പൺ കീ ഉണ്ടെങ്കിൽ ഇത്ര കഷ്ടപ്പെടാനൊന്നുമില്ല ഗൈസ്. നമുക്ക് ആ ട്രിക്ക് ഒന്നും കൂടി പഠിച്ചിരിക്കും. എന്തായാലും എടുത്താൻ വരെ വന്നല്ലേ. ആ ഡോറ് പൂട്ടുന്നില്ല ഇപ്രാവശ്യം ഗൈസ്. തള്ളച്ചി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. കുറേ നേരം കാത്തു നിന്നിട്ട് തള്ളച്ചി വന്ന് എവിടുന്ന് വരുന്നതാണ് ഗൈസ്. തള്ളച്ചിൻ്റെ ഞാൻ കുറേ നേരം നിന്നിനി. എന്നിട്ടാണ് വന്നത്. തള്ളച്ചി ഇടയ്ക്ക് ഗ്ലിച്ചെല്ലാം അടിച്ചിട്ട് മെല്ലനെ വന്നതാണ്. നമുക്കിനി എന്താ എടുക്കണ്ടേ? എന്താ എടുക്കേണ്ടത് തിരിഞ്ഞില്ല ഗൈസ്. അങ്ങോട്ട് തന്നെ എന്തു ചെയ്യാനുണ്ടാ? ഒരു മിനിറ്റത്തേക്ക് തള്ളച്ചീനെ കൊണ്ടൊരു കുഴപ്പമുണ്ടാവില്ല ഗൈസ്. ഇങ്ങോട്ടേക്കല്ല. എനിക്കിപ്പോൾ ഓർമ്മ വന്നത് നമ്മുടെ തോക്കിൻ്റെ ഒരു പാർട്ടുണ്ട്. എടുക്കാനാകുമ്പോൾ വന്നത് ഗൈസ്. തോക്കിൻ്റെ പാർട്ട് എടുത്തിട്ടുണ്ട്. ആ വെക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ സ്പീഡിൽ പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് തോക്കിൻ്റെ ഇവിടെ. തള്ളച്ചിക്ക് പുട്ടും കട കൊടുക്കേണ്ട സാധനം ആക്കുന്നുണ്ട് ഇവിടെ. മനനാക്കി തരും പുട്ടും കടയിൽ തള്ളച്ചി ഗൈസ്. നമുക്ക് ഡോർ അങ്ങ് തുറന്നിടാം. അതങ്ങ് ഓഫാക്കാം. പുട്ടും കടലും കൊടുക്കേണ്ട സമയമായി. അതുകൊണ്ട് തള്ളച്ചി തന്നെ ഗൈസ് പണിയാൻ വന്ന്. അതുകൊണ്ട് നമുക്ക് തിരിച്ച് പണിയണം ഗൈസ്. തള്ളച്ചി വരുന്നുണ്ടാവും. ഇങ്ങോട്ട് വരട്ട്. തള്ളച്ചിക്ക് കാണിച്ചു കൊടുക്കുക ആരാണ് തള്ളച്ചി വരുന്നില്ല അല്ലേ. വരണ്ടേന്നല്ല എന്നെ പിടിക്കാൻ ഇത്ര വരെ വന്നിനി ഗൈസ്. തുറന്നാലോ? തുറന്നാൽ പോയപ്പോ സീനാവും ഗൈസ്. തുറന്നാടെന്ന് പറയുമ്പോൾ തള്ളച്ചി വന്നു. തള്ളച്ചി അത് കേൾക്കാനായിട്ടാണ് നിന്നതെന്ന് തോന്നുന്നു ഗൈസ്. വേഗം വാതിലും പൊട്ടി ഇതാക്കി ഗൈസ്. ഇനി പേടിക്കാനൊന്നും ഇല്ല. പോയിക്കോ. തള്ളച്ചിരിക്കാ പൊളിച്ചിട്ടും വരും. ഞാൻ പണ്ട് അങ്ങനെ നിന്നിന് ഗൈസ്. ഇത് പൂട്ടിയിട്ടിട്ട് എന്താ ചെയ്യാൻ നോക്കാൻ മുന്നിൽ തന്നെ നിന്ന് ലാസ്റ്റ് പൊളിച്ചിട്ട് എൻ്റെ തലക്കൊണ്ടടിച്ച്. നമുക്ക് സ്പെഷ്യൽ കീ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് അവിടെ മേലെ കൊണ്ടേക്കണ്ടേ. അവിടെ ഒരു സ്പൈഡർ ഉണ്ടാവും. സ്പൈഡറിന് മീറ്റ് വേണം. ഒരു മിനിറ്റത്തേക്ക് വീണ്ടും ബോധം കിട്ടിയിട്ടുണ്ട് തളച്ചി. ഇനി വീണ്ടും താഴേക്ക് പോവുക. എന്നിട്ട് നമുക്ക് നമുക്ക് സെറ്റാക്കണമെന്നുണ്ട്. ആദ്യം കാറിന് സെറ്റാക്കുന്നതിലൂടെ ഗണ്ണിൻ്റെ ഒരു പാർട്ട് കിട്ടീന്. പാർട്ട് സെറ്റാക്കാം ഗൈസ്. നമ്മൾ കാറിൻ്റെ എല്ലാം സെറ്റാക്കിയതല്ലേ ഗൈസ്. ഞങ്ങൾക്ക് തള്ളച്ചീനെ പൊടിക്കാൻ വന്നപ്പോൾ ഞാൻ എല്ലാം സെറ്റാക്കിയിട്ടാണ് വന്നത്. മറന്നുപോയി.
കാറിൻ്റെ എല്ലാം സെറ്റാക്കിനി വെച്ചാൽ ഇനി നമുക്ക് ആ ബ്രഞ്ചും പിന്നെ കാർ കീയും പാഡ്ലോക്ക് ഇട്ട് നമുക്ക് കാർ എസ്കേപ്പ് എന്തായാലും ചെയ്യാൻ കഴിയും. മറ്റേ സുവർ എസ്കേപ്പിന് 3 സാധനമേ വേണ്ടു, 4 സാധനം. അതിൽ നമുക്ക് 1 കിട്ടീനി സ്പൈഡർ കീ, ബാക്കി 3 സാധനം കിട്ടിയിട്ടില്ല. ഒരു സാധനം കിട്ടീനി ആ വടി സ്റ്റിക്കില്ലേ, അത് വടി വെച്ചാൽ വാതിൽ തുറക്കുന്ന സ്ഥലത്തുണ്ട് വടി. ബാക്കിയൊന്നും കിട്ടിയിട്ടില്ല ഗൈസ്. പിന്നെ മെയിൻ ഡോറിൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല. മെയിൻ ഡോറിൻ്റെ എന്തെങ്കിലും കിട്ടീനാ, കിട്ടിയിട്ടുണ്ടാവും, മറന്നായിരിക്കും. വീൽ ക്രാങ്ക് കിട്ടിയിട്ടുണ്ടാടാ ഗൈസ്. അങ്ങനെ ബുക്ക് എടുത്തിട്ടുണ്ട്. തള്ളച്ചി വരാനായി, ആൾക്കാർ ചെറിയ പേടി ഗൈസ്. തള്ളച്ചി വന്നു ഗൈസ്. പോയിക്കോ. തള്ളച്ചി വരുന്നുണ്ടേ, തള്ളച്ചി ഗൈസ്. ആദ്യം ഇത് പൂട്ടാം, എത്തി എങ്ങാണ്ടൊക്ക. തള്ളച്ചി പോയോന്ന് കുറച്ച് നേരം നിൽക്കാം ഗൈസ്. പോയോ? ആ ഗണ്ണിൻ്റെ 3ാമത്തെ പാർട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാ അതുകൊണ്ട് എത്ര കയറ്റി ഇല്ലാണ്ട് ഗൈസ്. വീണ്ടും ഞാൻ പരിപാടി തുടങ്ങാൻ പോയത്. കഷ്ടപ്പാട് നോക്കണേ, പെട്രോൾ വീണ്ടും ഇടുന്നു ഗൈസ്. നമ്മൾ നേരത്തെ വാതിൽ കൂട്ടിയിട്ടില്ല ചെയ്തത്, കണക്ക് ശരിക്കും ഓർമ്മയില്ല. അതുകൊണ്ട് നമ്മൾ വാതിൽ കൂട്ടിയിട്ടുണ്ട്. തള്ളച്ചി വരും എന്തായാലും ഗൈസ്. തള്ളച്ചി വരുന്ന കാണുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഗണ്ണിൻ്റെ 3ാമത്തെ പാർട്ട് കാറിൻ്റെ ഇപ്പുറത്തുള്ള ഷെൽഫില്ലേ, ആടെ തന്നെ കിട്ടീനി ഗൈസ്. ഞാൻ ആടെ നോക്കിയിട്ടില്ല, ഷെൽഫിൻ്റെ മേലെ നോക്കിയിട്ടില്ല ഗൈസ്. ഗണ്ണവിടെ കൊണ്ടിട്ടിട്ടുണ്ട് ഗൈസ്. ഡോർ എസ്കേപ്പിൻ്റെ ആദ്യത്തെ സാധനം കട്ടിംഗ് പ്ലെയർ കിട്ടി. ആദ്യമായിട്ടാണ് ഡോർ എസ്കേപ്പിന് എന്തെങ്കിലും കിട്ടുന്നത്, വേറൊന്നും കിട്ടിയിട്ടില്ല ഗൈസ്. ഇവിടെയെല്ലാം ഗണ്ണിൻ്റെ ഉണ്ട്. ഇങ്ങനെ തള്ളച്ചീനൊക്കെ ഒന്ന് കാണണം. തള്ളച്ചി ഡോറിൻ്റെയും ആടത്തുള്ള വയറ് മുറിച്ചെടുക്കിയിട്ടുണ്ട്. തള്ളച്ചീൻ്റെ വീട് ഭയങ്കര സെക്യൂരിറ്റിയാണ്, അറിയില്ല. തള്ളച്ചി കത്തിയെ വിളിക്കും. നമുക്ക് തള്ളച്ചിനെ കാണണം. ഇപ്പോൾ എണീച്ചിട്ടുണ്ടാവില്ലേ ഗൈസ്. ഞാൻ ഉണ്ട നിറക്കാൻ മറന്നുപോയി ഗൈസ്. താഴേന്ന് വരുമ്പോൾ തോന്നുന്നു ഉണ്ട നിറച്ചിട്ടുണ്ട്. തള്ളച്ചി വരേണ്ട സമയം ഇനി അവിടെ നിന്നോട്ട്. തള്ളച്ചി വരുന്നതിന് മുന്നേ നമുക്ക് അവിടുന്ന് സ്പൈഡർ മാമി ഛർദിക്ക് വേയോ. ഛർദിച്ച് നമ്മൾ ചാവി ഇട്ടിട്ടുണ്ട് ഇവിടെ ഗൈസ്. സ്പൈഡർ മാമി എന്നല്ല, ഗ്രാനീൻ്റെ മോളാണ്. ഗ്രാനി എന്നെ കെട്ടിയിട്ടിട്ടാണ്. ഗ്രാനിക്കൊരു ബട്ടാണ്, എന്താ പറയണ്ടത് പിന്നെ ഗൈസ്. അങ്ങനെ വീൽ ക്രാങ്ക് കൊണ്ട് സ്പൈഡർ മാമിൻ്റെ നെഞ്ചൻകോട്ടയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇവിടുന്ന് നമുക്കൊരു കോഗ് വീൽ ഇട്ടിട്ടുണ്ട് ഗൈസ്. ആദ്യം നമുക്ക് അത് എടുത്ത് താഴെ ഇടാം, എന്നിട്ട് നമുക്ക് വീൽ ക്രാങ്ക് പിടിച്ചിട്ട് ഇതാക്കാം ഗൈസ്. ഒരു ചെറിയ ടെസ്റ്റാണ്. ഇങ്ങനെ മേലൊക്കെ അറിയാൻ കഴിയും, എന്നാൽ അങ്ങനെ പോവില്ല ഗൈസ്. അതുകൊണ്ട് അങ്ങനത്തെ പൊട്ടൻ പരിപാടിക്കൊന്നും ചെയ്യാൻ പോകും ഗൈസ്. അങ്ങനെ നമ്മളെല്ലാം താഴെയിട്ടിട്ടുണ്ട്. അങ്ങനെ വീൽ ക്രാങ്ക് വീണ്ടും എടുത്തിട്ടുണ്ട്, എന്നിട്ട് താഴെ തുള്ളിയിട്ടുണ്ട് ഗൈസ്. ഇതെടുത്തിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതെല്ലാം നമുക്ക് ആദ്യം എടുക്കണ്ട. പോക് വീലെടുത്തിട്ട് കാറിൻ്റെ ആടെ ഇടാം. മറ്റേ ഇങ്ങനെ ഒരു സാധനം തുറന്നിട്ട് കാറിൻ്റെ ആടെ ഇടാൻ കഴിയില്ല. അത് തന്നെ ഈ സാധനം തന്നെ നമുക്ക്. എന്നിട്ട് പിന്നെ വീൽ ക്രാങ്ക് എടുക്കാം. അപ്പോൾ നമ്മൾ വീൽ ക്രാങ്ക് അവിടെ വെച്ചിട്ടുണ്ട്. സ്പൈഡർ മാമി അങ്ങോട്ട് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല, അതുകൊണ്ട് പിന്നെ രക്ഷപ്പെട്ട്. ഇവിടുന്ന് ഒറ്റ സാധനമില്ല ഗൈസ്. ഓക്കെ, ഇനി അതിലോട്ട് നേരെ പോയായിരുന്നു എന്ന് വിചാരിച്ചാൽ അങ്ങനെ ആകാൻ പോകാൻ കഴിയില്ല. സ്പൈഡർ മാമിയാണെങ്കിൽ ഇപ്പം ഒരു ഗൈസ് വന്ന് ഇനി പോകാൻ കുറേ സമയം. സ്പൈഡർ മാമിനെ ഒന്നും ചെയ്തില്ല. ഗൈസ് സ്പൈഡർ മാമി അങ്ങനെ പോയിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഫുൾ ചെക്കിങ് നടത്തേന്ന്. ഇവിടുന്ന് എന്തെങ്കിലും ഒരു തേങ്ങ കിട്ടിയെങ്കിൽ അങ്ങ് പോവാം ഗൈസ്. എന്തെങ്കിലും ഒന്നുമില്ലേ
ഗൈസ് ഇടുന്ന ഒരു ബത്തക്ക കിട്ടിയിട്ടുണ്ട്. ബത്തക്ക വാട്ടർ മെലൺ കിട്ടിയിട്ടുണ്ട്. നല്ല പച്ച വാട്ടർ മെലൺ കിട്ടിയിട്ടുണ്ട്. കറുത്ത വാട്ടർ മെലൺ പച്ചയാണ്, പച്ച. ഗൈസ് നേരെ നമുക്ക് കാറിൻ്റെ അവിടെ കൊണ്ടിടാം. ആടിപ്പോൾ ഗ്രാനി തള്ളിച്ച് ഉണ്ടാവുമായിരിക്കും. മറ്റേ ഞാൻ ഈ കോഗ്വീലിൻ്റെ ഒച്ചാക്കിയിട്ട് ഗൈസ് അങ്ങനെ വീണ്ടും നമ്മൾ സ്പൈഡർ മാമിൻ്റെ ആടെ എത്തിയിട്ട് സ്പൈഡർ മാമി കണ്ട്. അതിൻ്റെ ശേഷം ഞാൻ പിന്നെ സ്പൈഡർ മാമിൻ്റെ ബാക്കിൽ നിന്ന് ഓടി വന്നിട്ട് ഇതിലോട്ടം കയറി. ഗൈസ് സ്ക്രൂ ഡ്രൈവർ എടുക്കാൻ മറന്നുപോയി ഗൈസ്. അതിനൊരു ഇതുണ്ട്, നമുക്ക് ഈ ലിഫ്റ്റിൽ കയറാം. ഞാൻ നമ്പറൊന്നും കണ്ടിട്ടില്ല ഏത് നമ്പറാന്ന്. ഒരു ഗസ് അടിക്കുക, വെറുതെ ഗസ് അടിച്ചാലും ശരിയാവില്ല. പിന്നെ നമ്പർ തപ്പി നടക്കണ്ടാവില്ല, ഒരു ലൈഫല്ലേ പോകും. നമ്മളെ ഇതുവരെ ആരും പിടിച്ചിട്ടില്ല. 1 2 3 ഗൈസ് രണ്ടാമത് വന്നത് ഗൈസ് പൊട്ടിത്തെറിച്ച്. രണ്ടാമത്തെ ഡേ ആയിട്ടുണ്ട് ഗൈസ്. സ്പീഡിലാണ്. നമുക്ക് ഗ്രാനിയൊന്നും മാനേജ് ചെയ്യണം. വേഗം ഗ്രാനി തള്ളച്ചിക്ക് വേഗം പൊട്ടും കടലും കൊടുക്കട്ട്. തള്ളച്ചി ഗായ്സ് തള്ളച്ചി ഇപ്പോൾ പിടിക്കണ്ടേന്ന്. തള്ളച്ചി തൊട്ടിപ്പുറത്ത് എന്തോ തള്ളച്ചി ഇങ്ങനെ വരുത്താം ഗൈസ്. ആദ്യം തന്നെ ഒരു ഉണ്ടെടുത്തിട്ട് സ്ക്രൂ ഡ്രൈവർ എടുക്കണം. എന്നിട്ട് നമുക്ക് സ്റ്റെപ്പിൻ്റെ അടിയിലും സ്പൈഡർ മാമിൻ്റെ അടുത്ത് പോയിട്ട് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇതാക്കണം. സ്ക്രൂ ഡ്രൈവർ അമ്മച്ചി ആർക്കും എടുക്കാണ്ടിരിക്കാൻ അവിടെ വെച്ചിനി. തള്ളച്ചി വേഗം സ്ക്രൂ ഡ്രൈവർ അത് തന്നെ ഗൈസ്. അങ്ങനെ സ്ക്രൂ ഡ്രൈവർ എടുത്തപ്പോൾ നമുക്ക് റെസ്റ്റ് പാടിലോ കിട്ടിയിട്ടുണ്ട്. സ്യൂവർ എസ്കേപ്പിൻ്റെ 2 സാധനം കിട്ടി ഗൈസ്. ഇനി ഒറ്റ സാധനം കിട്ടണ്ടു. അത് നമുക്ക് ആടെ കൊണ്ടിടാം, ഈ പോകുന്നിടത്ത് സ്പൈഡർ മാമിൻ്റെ അടുത്ത്. ഇനി നമുക്ക് സ്ക്രൂ ഡ്രൈവറും പോയി കൊണ്ടിടാം. സ്ക്രൂ ഡ്രൈവർ വേഗം എടുത്തിട്ട് കൊണ്ടുവിടണം, ഇല്ലെങ്കിൽ ഇപ്പം അമ്മച്ചി എണീക്കും ഗൈസ്. അങ്ങനെ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ തള്ളച്ചിക്ക് ഇപ്പോൾ പിരാന്തളകി വരും, അതുകൊണ്ടാണ്. പിന്നെ കട്ടിംഗ് പ്ലെയർ കൊണ്ട് ചെയിൻ കട്ടർ മുറിക്കാൻ കഴിയില്ല. പക്ഷേ കട്ടിംഗ് പ്ലെയർ കൊണ്ട് മുറിക്കുന്നത് ചെയിൻ കട്ടറെ കൊണ്ട് മുറിക്കാൻ കഴിയും. അങ്ങനെയാണ് എന്തുകൊണ്ട് അങ്ങനെ ആക്കിയെന്ന് അറിയില്ല ഗൈസ്. വീണ്ടും ഒരു ഉണ്ടെടുത്ത് തള്ളച്ചിക്ക് ലാസ്റ്റ് ഒരു പുട്ടും കടലയും കൂടി കൊടുക്കണ്ടേ. പുട്ടും കടലും കൊടുക്കണ്ട, അതിൻ്റെ മുമ്പ് ഇത് ചെയ്തിട്ട് അതങ്ങനെ ചെയ്തിട്ടുണ്ട്. വെടിവെച്ച വാലോർക്കുന്നത്. എന്നിട്ട് നമുക്ക് ആ വടിയും കൂടി എടുക്കണ്ടേന്ന് ഗൈസ്. ഇവിടെ ആണെങ്കിൽ ഉണ്ടുണ്ടാ ഉന്നം തെറ്റിപ്പോയി. വാതിൽ തുറന്നിട്ടില്ല ഗൈസ്, ഉന്നം തെറ്റിപ്പോയി ഗൈസ്. ഇപ്പോൾ ശ്രദ്ധിച്ച് ഞാൻ തുറന്ന് വെച്ചിട്ട് അമ്മച്ചിക്ക് വേണ്ടിയിട്ട് ഇതാക്കിയതാണ്. ഉണ്ടാപ്പിരിക്കീന നോക്കുമ്പോൾ അത് കൊണ്ടിട്ട് പൊട്ടി തെറ്റിപ്പോയി. അങ്ങനെ ടി വി എടുത്തുള്ള ഉണ്ടല്ലെന്ന് കഴിഞ്ഞു ഗൈസ്. തള്ളച്ചിനടിച്ചിട്ടുണ്ട്. നമുക്ക് കാറിൻ്റെ അവിടെ പോകണം, അല്ലെങ്കിൽ ഇവിടെ പോകണം. മേലോട്ട് തള്ളച്ചി മാറ്. തള്ളച്ചി ഇങ്ങോട്ട് നിൽക്കുന്നത് മാറ്. തള്ളച്ചി പിന്നെ മാറിക്കോളാം. നമ്മൾ വാതിൽ തുറന്നിട്ടുണ്ട്, വടി എടുത്തിട്ടുണ്ട്. സ്യൂവർ എസ്കേപ്പിന് 2 സാധനമായിട്ടുണ്ട് ഇവിടെ കണ്ട. 2 സാധനമായി. നമുക്ക് ലാസ്റ്റ് ആയിട്ടുള്ള ചെയിൻ കട്ടർ അതെങ്ങനെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ചെയിൻ കട്ടർ കിട്ടാൻ ഇവിടെ ബത്തക്ക ഉണ്ടായിന്. ബത്തക്ക പൊട്ടിച്ചപ്പോൾ പ്ലേ ഹൗസ് കീ കിട്ടി. പ്ലേ ഹൗസ് കീ എടുത്തിട്ട് പ്ലേ ഹൗസ് തുറന്ന് എന്നിട്ട് നമ്മൾ തിരിച്ച് ഒരു കോഗുവിൽ നമുക്ക് കിട്ടീനി മറ്റേ സ്പൈഡർ മാമിൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ അത് എടുക്കാൻ പോയെന്ന്. അതിന് മുമ്പ് ഗ്രാനി ഇപ്പോൾ പുറത്ത് വരും. അപ്പോൾ ആ സമയം കൊണ്ട് കോഗുവിലെടുക്കാം. എന്നിട്ട് നമുക്ക് താഴെ പോയിട്ട് ശരിക്കുള്ള പെട്ടി ഓർക്കണം, ലിഫ്റ്റിൽ പോയിട്ട് അതിൽ ചെയ്യണം. ഗൈസ് അങ്ങനെ കോഗുവിലെടുത്തിട്ടുണ്ട്. ഗ്രാനിന് ഇപ്പുറത്തേക്ക് എത്തിക്കാനാണ് ഗൈസ്. ട്രിക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ ഗ്രാനി ഞാൻ ഒച്ചയാക്കിയിട്ടില്ല വത്തക്ക മുറിക്കുന്നതിൻ്റെ. അപ്പോൾ ആടെ ഉണ്ടാകാം. അപ്പോൾ കോഗുവിൽ ഒച്ചാക്കി ഇപ്പുറത്തേക്ക് കൊണ്ടാകുന്നതാണ്. ഇപ്പുറത്തോട്ടപ്പോൾ ബെല്ലടിയിൽ ഒച്ച വെക്കും. അതുകൊണ്ട് അങ്ങനെ നമ്മൾ കോഗുവിലൂടെ വെച്ചിട്ടുണ്ട് ഗൈസ്. തിരിച്ച് പോവുകയാണ്.
ഗൈസ് അങ്ങനെ നമ്മൾ തോക്കെടുത്തിട്ട് തള്ളച്ചി കൊണ്ടിട്ട് കാത്തിക്കലാണ്. ഐ ആം വെയിറ്റിംഗ് വിജയിൻ്റെ ഡയലോഗ് കോപ്പിടിക്കാൻ നോക്കിയതാണ്. ആരും കുറ്റം പറയരുത്, പക്ഷേ തെറ്റി കൊളായിപ്പോയതാണ്. ഗൈസ് തള്ളച്ചി വരുന്നുണ്ടാ, കയറിപ്പോയി എല്ലാവരും പേടിയാന്ന്. എന്നുവെച്ചാൽ നമ്മൾ ആടെത്തിയാലേക്ക് വണ്ടി പിടിക്കുക, അതുകൊണ്ടാണ്. തള്ളച്ചി വരുന്നുണ്ടാ, തള്ളച്ചി ഞങ്ങൾക്ക് സമയമില്ല, വേഗം കാത്തിക്കുന്നാണ്. മയത്തിലും കാത്തിക്കുന്നു. കൈസ് വന്ന് കൈസ് ഇത്ര വിളിച്ചിട്ടാ വന്നേ. അങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട്. നേരെ നമുക്ക് പോവാം. തള്ളച്ചിയാണെങ്കിൽ മാറത്തരുന്നില്ല, ആടെ ബോധം കെട്ട് വീഴുകയും ചെയ്യും. ആരെയും പറഞ്ഞ ബോധം കെടാൻ. ഗൈസ് നമുക്ക് മറ്റേ ഇതെല്ലാം എടുത്ത് താഴെട്ടിട്ട് ആ ലിഫ്റ്റിൽ പോയിട്ട് എന്താ നോക്കാം. ലിഫ്റ്റിൽ ആദ്യം പോയിട്ട് എന്താ നോക്കണ്ടേയോ, സ്ക്രൂ ഡ്രൈവർ തുറക്കാൻ വേണ്ട. ഗൈസ് അതിന് സ്ക്രൂ ഡ്രൈവർ കാണുന്നില്ല, ഞാൻ ഇട്ടിട്ടില്ല സ്ക്രൂ ഡ്രൈവർ. ഗൈസ് സ്ക്രൂ ഡ്രൈവർ കാണുന്നില്ല, ഗ്ലിച്ചടിച്ചിട്ട് എവിടെ പോയിന്ന് തോന്നുന്നു. ഗൈസ് ഇല്ല ഗൈസ്, ഇവിടെ തന്നെ സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഞാൻ പാഡ്ലോക്കി എടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് തുറന്നപ്പോൾ പാഡ്ലോക്കി കിട്ടി. ഗൈസ് കാർ എസ്കേപ്പിന് നമുക്കൊരു ഒറ്റ സാധനമേ വേണ്ടു, 2 സാധനമേ വേണ്ടു, കാർ കീയോ ഫ്രഞ്ചും. ബാക്കി എല്ലാം കിട്ടി. നമുക്ക് കാറിൻ്റെ ഇവിടെ പോയി കൊണ്ടിടാം. ഗൈസ് അങ്ങനെ വീണ്ടും എടുത്തിട്ടുണ്ട് സ്പൈഡർമാനിനെ പഠിച്ചിട്ട്. ഇനി നമുക്ക് ലിഫ്റ്റിൽ കയറാം. ബാക്കിൽ വരുന്നുണ്ട് സ്പൈഡർമാൻ. ഗൈസ് അങ്ങനെ മേൽക്കെത്തുന്നു. 2 തുറക്കൂല മോനെ, ഒന്നാണ് കറിയാം, അതുകൊണ്ടാ പൊട്ടിയെ. ഗൈസ് വിഞ്ച് ഹാൻഡിൽ ഇട്ടി. ഗൈസ് വാല് പൊട്ടിയാൽ ലിഫ്റ്റ് പോകും, ഓർമ്മില്ലാണ്ടാക്കിയതാണ്. ഗൈസ് ഇത് ഗസ്സാണ്. ഒന്നിക്കൽ ഇത് കറക്കിയിട്ട് കിട്ടുന്ന ഹാമറായിരിക്കും, ഒക്കെ അധികമൊക്കെ കിട്ടല്. അതുകൊണ്ട് ഞാൻ പറയാം ഗൈസ് പോയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നമ്മുടെ സ്പൈഡർമാൻ പറഞ്ഞ പോലെ കേട്ടെ. ഗൈസ് അങ്ങനെ നമ്മൾ വിഞ്ച് ഹാൻഡിലും കൊണ്ടുപോകുമ്പോൾ പോവുകയാണ്. വിഞ്ച് ഹാൻഡിൽ നെല്ലിൻ്റെ പേര് ഞാൻ മറന്നു, ഇതാ പോയപ്പോൾ. ആദ്യം നമുക്ക് തോക്കെടുക്കുക, ഉണ്ടെടുക്കുക, തള്ളച്ചീനെ വിളിക്കുക. തള്ളച്ചി ഗൈസ് ഇപ്പം തള്ളച്ചി വേഗമൊന്നുമില്ല, പൊട്ടിച്ചിട്ടുണ്ട്. ആദ്യം പാഡ്ലോക്കി എടുക്കുക, എന്നിട്ട് ഇത് തുറക്കുക. വെറുതെ തുറന്നിട്ടുണ്ടായിരുന്നു. ഇനി 2 സാധനം വേണം ഗൈസ്, അതുകൊണ്ട് ഈ കാർ എസ്കേപ്പ് നടത്താമെന്ന് വിചാരിച്ചത്. വിഞ്ച് ഹാൻഡിലെടുത്തിട്ട് വേഗം പോകണം. കിണറിൻ്റെ അവിടെ പോയി തിരിച്ചിട്ട് സാധനം എടുക്കണ്ടേ, എന്ത് സാധനമാണെന്ന് അറിയില്ല. ഗൈസ് സ്പീഡിലാണ്. ഇപ്പം തള്ളച്ച് എണീക്കും. 1.5 മിനിറ്റ് കൊണ്ട് എല്ലാ പണിയിലും ചെയ്യേണ്ടതെന്ന്. ഹാമറായിട്ടാണെങ്കിൽ 2 സ്ഥലത്ത് പോയി തുറക്കണ്ടേ, അതുകൊണ്ടാണ്. ഗൈസ് ഇവിടെ നിന്ന് എന്താ കിട്ടുക, തിരിക്കുകയാണ്. എന്താണ് ഗൈസ്, ഹാമർ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയത്. ഞാൻ സ്പീഡിൽ ബേർഡ് സീഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടെ ബേർഡിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് റിമോട്ട് കൺട്രോൾ ഇട്ടിട്ടുണ്ട്. ഗൈസ് റിമോട്ട് കൺട്രോൾ ബൈക്കടാ, അതിൻ്റെ ഉള്ളിൽ നിന്ന് വെറും പെപ്പർ സ്പ്രേ കിട്ടലുള്ളൂ, വേറൊന്നും കിട്ടലില്ല. ഗൈസ് പെപ്പർ സ്പ്രേ കിട്ടലുള്ളൂ. ഗൈസ് തുറന്നിട്ടുണ്ട്. ഗൈസ് ഇത് തുറക്കണ്ടെന്ന് വിചാരിച്ചപ്പോൾ വേണ്ട, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചെയിൻ കട്ടർ കിട്ടിയേ. ഇപ്പോൾ അത് തുറന്നിട്ടില്ലെങ്കിലോ, അത് വേസ്റ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കിട്ടോ. ഗൈസ് അങ്ങനെ ഞാൻ എല്ലാ സാധനവും ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് സ്പൈഡർമാനിനെ പറ്റിച്ചിട്ട്. ആദ്യം തന്നെ നമുക്കിത് ചെയിൻ കട്ട് ചെയ്യുക, ഒരു വടി ഇട്ടിട്ട് തിരിക്കുക, ഇത് പൂട്ടിൻ്റെ ചാവി എടുത്ത് തുറക്കുക. ഗൈസ് അങ്ങനെ നമ്മളിവിടെ ഗെയിം ഒഫീഷ്യലായിട്ട് എസ്കേപ്പ് ആയിട്ടുണ്ട്.
നമ്മുടെ സിവർ എസ്കേപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഗൈസ് തള്ളച്ചി നീ ഇങ്ങനെ കുഴിഞ്ഞിട്ടല്ലേ ഞാൻ നോക്കിയിട്ടൊന്നും കാര്യമില്ല. നടുവേന ഇളകും പോയിക്കോ. സ്പൈഡർ മാമി നീയും നോക്കിയിട്ട് കാര്യമില്ലടാ, കാര്യമില്ല. ഇനി അലറിയിട്ടൊന്നും കാര്യമില്ല. ദി എൻഡ്. അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബായ്.